ഹരേ കൃഷ്ണ. നമുക്കിനിയും 18ാമത്തെ ശ്ലോകം മുതൽക്കാണ് നോക്കാനുള്ളത്. 18ാമത്തെ ശ്ലോകം. ദൃഷ്ട്വാ തം താദൃശം സർവേ മത്വാ വൃന്ദാവനശ്രിയം വ്യാത്താ ജഗരതുണ്ടേന ഹ്യുത്പ്രേക്ഷന്തേ സ്മ ലീലയാ. ദൃഷ്ട്വാ തം താദൃശം സർവേ. ദൃഷ്ട്വാ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട്, തം ആ, താദൃശം എന്ന് പറഞ്ഞാൽ അപ്രകാരമായിരിക്കുന്ന, നമ്മൾ അതിൻ്റെ ഒരു വർണ്ണനയായിരുന്നു തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടത്. അപ്പോൾ അപ്രകാരം ഇരിക്കുന്ന ആ സർവേ മത്വാ വൃന്ദാവനശ്രിയം. സർവേ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും, കൃഷ്ണനുണ്ണി, രാമനുണ്ണി, ഏട്ടനും ഒക്കെയുണ്ട്. ഏട്ടനും അനുജനും തന്നെയല്ല, മറ്റുള്ള ഗോകുലത്തിലെ എല്ലാ കുട്ടികളും മത്വ എന്ന് പറഞ്ഞാൽ വിചാരിച്ചിട്ട്, എന്താ, വൃന്ദാവനശ്രിയം, വൃന്ദാവനത്തിലേക്ക് വന്നു ചേർന്ന ഒരു ശ്രീയാണ്, ഐശ്വര്യമാണ് ഇതെന്ന് വിചാരിച്ചിട്ട്, വ്യാത്താജകരതുണ്ടേന ഹ്യുത്പ്രേക്ഷന്തേ സ്മ ലീലയ. വ്യാത്താജകരതുണ്ടേന എന്ന് പറഞ്ഞാൽ വായ പൊളിച്ച് കിടക്കുന്ന ആ ഒരു അജകര മുഖത്തോടു കൂടി, അത്രയും വലിയൊരു ഭയാനകമായിട്ടുള്ള ആ ഒരു സത്വത്തെ കണ്ടിട്ട് ഇത് ഇങ്ങനെ വായും പൊളിച്ച് കിടക്കുകയാണ്. അപ്പോൾ കരുതി ഇത് വൃന്ദാവനത്തെ അങ്ങോട്ട് പോഷിപ്പിക്കുന്നതിന് വന്ന വൃന്ദാവനത്തിലെ ശ്രീയാണ്, ഐശ്വര്യമാണ് ഈ വന്ന് കിടക്കുന്നത് എന്ന് ആ കുട്ടികളൊക്കെ വിചാരിച്ചു. ഹ്യുത്പ്രേക്ഷന്തേ സ്മ ലീലയ. ഹി ഉത്പ്രേക്ഷന്തേ, രണ്ട് വാക്കുകളാണ്. ഹ്യുത്പ്രേക്ഷന്തേ, ഹ്യുത്പ്രേക്ഷന്തേ എന്ന് പറഞ്ഞാൽ, ഹി എന്ന് പറഞ്ഞാൽ അതിനൊരു ആശ്ചര്യം പറയുകയാണ്. ഉത്പ്രേക്ഷന്തേ സ്മ എന്ന് പറഞ്ഞാൽ ഉത്പ്രേക്ഷിച്ചു, അതായത് അവർക്ക് ആ ഒരു രൂപം കണ്ടപ്പോൾ, ഇവിടെ നമുക്കറിയാം ഈ ഒരു അസുരൻ വന്ന് കിടക്കുന്ന ഒരു അജഗരത്തിൻ്റെ രൂപത്തിലാണ്, അല്ലേ? അജഗരം എന്ന് പറഞ്ഞാൽ മലമ്പാമ്പ്, വലിയൊരു മലമ്പാമ്പിൻ്റെ രൂപം എടുത്തിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രൂപം സ്വീകരിച്ച് വന്ന് അങ്ങനെ വായും പിളർന്ന് കിടക്കുമ്പോൾ, നമ്മൾ പറഞ്ഞ് കീഴ്ചുണ്ട് ഭൂമിയിലും മേൽചുണ്ട് മേഘങ്ങളിലും സ്പർശിക്കണമെങ്കിൽ എത്രമാത്രം വലിയൊരു രൂപമാണ് അത് എന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ പോലും കഴിയില്ല. അങ്ങനെയുള്ള ആ രൂപത്തെ കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് വലിയ ആശ്ചര്യം തോന്നി. വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യമായിട്ട്, ലക്ഷ്മിയായിട്ട്, ഇത്രയും വലിയൊരു രൂപത്തിൽ സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെ വന്ന് ഇവിടെ വന്ന ഒരു എന്നിട്ട് കുട്ടികൾ കളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുമുണ്ട്, ഇത് വലിയൊരു പെരുമ്പാമ്പ് പോലെ ഉണ്ടല്ലോ, വലിയൊരു ലക്ഷ്മി ദേവിയാണ് വന്നിരിക്കുന്നത് വൃന്ദാവനത്തെ അനുഗ്രഹിക്കുന്നതിനായിട്ട് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഇങ്ങനെയുള്ള വിചാരവും ഭഗവാന്റെ ആ ഒരു അവതാര കാര്യത്തെ സഫലമാക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ തോന്നിപ്പിക്കുന്നതാവാം. അതായത് കുട്ടികൾ ഒട്ടും ഭയക്കാതെ, എന്നാൽ സാഹചര്യങ്ങളെ നേരിടാൻ അവരിലൊരു ലാഘവ ബുദ്ധി ഭഗവാൻ കൊടുക്കുന്നതാണ്. കാരണം ഭഗവാന്റെ അവതാരോദ്ദേശ്യം തന്നെ ഇതുപോലെയുള്ള അസുരന്മാരെ നിഗ്രഹിക്കുകയാണ്. അത് നടപ്പിലാക്കുമ്പോൾ കൂടെയുള്ള കുട്ടികൾക്ക് ഭയം തോന്നരുതല്ലോ എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടാവാം കുട്ടികൾക്ക് ഇങ്ങനെയൊരു കാര്യങ്ങളിലൊക്കെ ഒരു ലാഘവമായ ബുദ്ധി നമുക്കിവിടെ തോന്നുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദൃഷ്ട്വാ തം താദൃശം സർവേ മത്വാ വൃന്ദാവനശ്രിയം വ്യാത്താജകരതുണ്ടേന ഹ്യുത്പ്രേക്ഷന്തേ സ്മ ലീലയാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വ്യാത്താജകരതുണ്ടേന, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. വ്യാത്ത ആജകരതുണ്ടേനയാണ്, അതായത് വലിയൊരു മലമ്പാമ്പ് വായ പിളർന്ന് കിടക്കുന്നത് പോലെ. അപ്പോൾ ആജകരം എന്നുള്ളത് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ അടുത്ത ഹ്യുത്പ്രേക്ഷന്തേ, ഹി ഉത്പ്രേക്ഷന്തയാണ്, പദം പിരിക്കേണ്ട, പകരം ഹ്യുത്പ്രേക്ഷന്തേ അവിടെ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അഹോ മിത്രാണി ഗദത സത്വകൂടം പുരസ്ഥിതം
അസ്മത് സംഗ്രസനവ്യാത്തവ്യാളതുണ്ടായതേന വാ. അഹോ മിത്രാണി ഗതത സത്വകൂടം പുരസ്ഥിതം. അഹോ മിത്രാണി, മിത്രാണി എന്ന് പറഞ്ഞാൽ അല്ലയോ മിത്രങ്ങളെ, സ്നേഹിതന്മാരെ. അതായത് ഇവിടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, കുട്ടികളിൽ ഒരു കുട്ടി പറയുന്നു, ഇത് കണ്ടിട്ട് വലിയൊരു പെരുമ്പാമ്പ് പോലെ ഉണ്ടല്ലോ, സാക്ഷാൽ ലക്ഷ്മി ദേവി വലിയ പെരുമ്പാമ്പിൻ്റെ രൂപം എടുത്തിട്ട് ഇവിടെ വന്നതാണെന്ന് തോന്നുന്നു വൃന്ദാവനത്തെ അനുഗ്രഹിക്കുവാൻ. അപ്പോൾ ഇത് കുട്ടികൾ തമ്മിലുള്ള ഒരു സംസർഗം, അതായത് കുട്ടികൾ തമ്മിൽ ഒരു സംവാദം, അതാണ് ഇവിടെ ആ ശ്ലോകങ്ങളിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാം, അല്ലയോ മിത്രങ്ങളെ അഥവാ അല്ലയോ കൂട്ടുകാരെ, ഗതത സത്വകൂടം പുരസ്ഥിതം. സത്വകൂടം എന്ന് പറഞ്ഞാൽ ഒരു പ്രാണിയെ പോലെ ഇരിക്കുന്നത്. ഗതത എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ എന്ന് പറയുകയാണ്. പുരസ്ഥിതം, അതായത് പുര എന്നാലും മുൻപിൽ, നമ്മുടെ മുൻപിൽ ഈ കിടക്കുന്ന ഈ ഒരു പ്രാണിയെ പോലെ ഇരിക്കുന്നത് അസ്മത് സംഗ്രസനവ്യാത്തവ്യാളതുണ്ടായതേനവ. നവ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ എന്ന് ചോദിക്കുക. എന്താ? അസ്മത് സംഗ്രസനവ്യാത്തവ്യാളതുണ്ടായതേ. അതായത് നമ്മളെ, അസ്മത് എന്ന് പറഞ്ഞാൽ നമ്മളെ, സംഗ്രസന അങ്ങോട്ട് വിഴുങ്ങാൻ, സംഗ്രസന എന്ന് ഉദ്ദേശിച്ച് നല്ലതുവണ്ണം വിഴുങ്ങാൻ. അപ്പോൾ നല്ലതുപോലെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇനിയും ഒട്ടും ബാക്കി ഉണ്ടാവില്ല, പുറത്ത് മുഴുവനും അങ്ങനെ വിഴുങ്ങുക. വ്യാത്തവ്യാളതുണ്ടായതേ, അതായത് വായ തുറന്നിരിക്കുന്ന ഒരു സർപ്പത്തിൻ്റെ മുഖം പോലെ ഇരിക്കുന്നില്ലേ ഇതിനെ കണ്ടിട്ട്? നമ്മളെ അങ്ങനെ പിടിച്ച് വിഴുങ്ങാൻ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മുടെ മുൻപിൽ കാണുന്ന ഈ പ്രാണിയില്ലേ, ഇതിനെ കണ്ടിട്ട് നമ്മളെ അപ്പാടെ വിഴുങ്ങാൻ വന്നിരിക്കുന്ന വലിയ വായ തുറന്നിരിക്കുന്ന ഒരു വലിയൊരു പാമ്പിൻ്റെ വായ പോലെ തോന്നുന്നില്ലേ? ഇതൊക്കെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കളിച്ചിരി തമാശ എന്നോണം പറയുമ്പോൾ കുട്ടികൾക്കതിൽ ആ സത്വത്തെ കണ്ടിട്ട് ഭയം തോന്നിയില്ല എന്ന് വ്യക്തമാണ്. ഭഗവാന്റെ സങ്കല്പവും അത് തന്നെയാണ്. കുട്ടികൾ ഭയപ്പെടരുത്. തന്നെ വിശ്വസിച്ച് തൻ്റെ കൂടെ കളിക്കാൻ വന്ന ഈ കുട്ടികൾക്ക്, തൻ്റെ കൂട്ടുകാർക്ക് ഭയമുണ്ടാകരുത്. അതേസമയം തൻ്റെ അവതാരോദ്ദേശ്യം നടപ്പിലാക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ പലതരത്തിലുള്ള ചോദ്യോത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ സത്വത്തെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്. ഇതൊരു പ്രാണിയാണ്, ഈ പ്രാണിയെ കണ്ടിട്ട് ഒരു പെരുമ്പാമ്പ് വായ പിളർന്നിരിക്കുന്നത് പോലെയുണ്ട്, ഇത് നമ്മളെ വിഴുങ്ങാൻ വന്നിരിക്കുന്ന വലിയ ഏതോ ഒരിതാവും. ചിലർ പറഞ്ഞു, അല്ല, വൃന്ദാവനത്തിൻ്റെ ഐശ്വര്യമാണ് ഈ വന്ന് കിടക്കുന്ന വലിയൊരു ഐശ്വര്യം, വൃന്ദാവനത്തെ ഗ്രസിക്കുവാൻ അല്ലെങ്കിൽ വൃന്ദാവനത്തെ അനുഗ്രഹിക്കുവാൻ ഇതാ വന്നിരിക്കുന്നു, സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പല 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 അഭിപ്രായങ്ങൾ കുട്ടികൾക്കിടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അഹോ മിത്രാണി ഗതത സത്വകൂടം പുരസ്ഥിതം അസ്മത് സംഗ്രസനവ്യാത്തവ്യാളതുണ്ടായതേന വാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പുരസ്ഥിതം, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അസ്മത് സംഗ്രസനവ്യാത്തവ്യാളതുണ്ടായതേ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. നമ്മൾ ചെറിയ ചെറിയ വാക്കുകളായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഇനി അടുത്തത് 20ാമത്തെ ശ്ലോകമാണ്. സത്യമർക്കകരാരക്തമുത്തരാഹനുവദ്ഘനം അഥരാഹനുവദ്രോധസ്തത് പ്രതിച്ഛായയാരുണം. സത്യം അർക്കകരാരക്തം ഉത്തരാഹനുവത്, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. സത്യം എന്ന് പറഞ്ഞാൽ സത്യമായിട്ടുള്ളത്, പരമാർത്ഥമായിട്ടുള്ളത്. അർക്കകരാരക്തം, അർക്കൻ എന്നാൽ സൂര്യൻ. അർക്കകരാരക്തം, സൂര്യൻ്റെ കിരണത്താൽ രക്തവർണമായിരിക്കുന്നത്. ആ രക്തം എന്ന് പറഞ്ഞാൽ രക്തവർണമായിരിക്കുന്നത്, അഥവാ അതിൻ്റെ ആ ഒരു ഇളം ചുവപ്പ് നിറത്തോടു കൂടിയിരിക്കുന്ന ഉത്തരാഹനുവത്, മേൽഭാഗത്തെ ചുണ്ട്, മേൽചുണ്ട് എന്ന പോലെയും,
ഖനം എന്ന് പറഞ്ഞാൽ മേഘം. മേഘത്തെ അധരാഹനുവത് രോധസ്തത് പ്രതിച്ഛായയാരുണം. അധരാഹനുവത് എന്ന് പറഞ്ഞാൽ കീഴ്ചുണ്ട്, താഴത്തെ ചുണ്ട് എന്താ, രോധസ്തത് പ്രതിച്ഛായയാരുണം. തത് പ്രതിച്ഛായയ എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ പ്രതിബിംബം പോലെ, പ്രതിച്ഛായയ അരുണം. അരുണം എന്നാൽ ചുവന്നിരിക്കുന്നു. രോധ എന്ന് പറഞ്ഞാൽ തീരം. അപ്പോൾ ഇവിടെ പറയുകയാണ് ഈ തങ്ങളുടെ മുൻപിൽ കാണുന്ന ഈ സത്വത്തിൻ്റെ രൂപത്തെയാണ് ഇനി അടുത്തവർ പറയുന്ന കുട്ടികൾ. ഇവിടെ ഈ കുട്ടികൾ ഒരാൾ ഇപ്പോൾ പറഞ്ഞ പോലെ അതിനുള്ള ഉത്തരം എന്നോണം അടുത്ത കുട്ടി പറയുകയാണ്, സത്യം, നീ പറഞ്ഞത് സത്യമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ഈ പ്രാണിയുടെ മേൽചുണ്ട് മേഘത്തിൽ തൊട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആകാശത്തിലെ സൂര്യകിരണങ്ങളുടെയൊക്കെ സമ്പർക്കം നിമിത്തം ആ മേഘങ്ങൾ തന്നെ ഏറ്റവും ചുവപ്പ് നിറത്തിലിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പ്രാണിയുടെ മേൽചുണ്ടായിട്ട് കാണുന്നത് ആ കാർമേഘത്തിൽ അല്ലെങ്കിൽ ആ മേഘത്തിൽ നിന്നുള്ള ചുവപ്പ് രശ്മികളുടെ പ്രതിബിംബം തന്നെയാണ്. പ്രതിബിംബ ശോഭ കൊണ്ടാണ് ഇതിങ്ങനെ ചുവന്നിരിക്കുന്നത്. തന്നെയല്ല, അപ്പോൾ ആ മേഘത്തിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് ഈ പ്രാണിയുടെ മുകളിലത്തെ ചുണ്ടിന് ചുവപ്പ് നിറമേകുന്നു. തന്നെയല്ല, ആ മേഘങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു പ്രതിബിംബ രശ്മികളുണ്ടല്ലോ, ചുവന്ന രശ്മികൾ, അതിൻ്റെ ആ ചുവപ്പ് കൊണ്ട് ഈ നദീതീരത്തിലൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് അത് ഈ കിടക്കുന്ന പ്രാണിയുടെ കീഴ്ചുണ്ടിനെയും ചുവപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് നിങ്ങൾ സംശയിക്കുന്ന പോലെ ഏറ്റവും ഭയാനകമായ ഒരു പ്രാണിയാണോ എന്ന് ചിന്തിച്ചതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ ഇത് ഈ ചുവപ്പ് നിറം കാണുന്നത് ആ ആകാശത്തിൽ വിളങ്ങുന്ന സൂര്യൻ്റെ ചുവപ്പ് രശ്മികൾ മേഘത്തിലും സമുദ്രതീരത്തുമൊക്കെ നദീതീരത്തുമൊക്കെ പതിച്ച് അതിൽ നിന്നും പ്രതിബിംബിച്ച് വരുന്ന ചുവപ്പ് രശ്മികളുടെ ശോഭയാണ് നിങ്ങൾ ഈ കാണുന്ന മുകളിലും താഴെയുമായി കാണുന്ന കീഴ്ചുണ്ടും മേൽചുണ്ടും. അതുകൊണ്ട് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, ഈ വൃന്ദാവനത്തിനടുത്തുള്ള ഒരു നദിയുടെ കരയിലാണ് ഈ സത്വം കിടക്കുന്നത് എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ നോക്കൂ, അന്നേ ആ ചെറിയ കുട്ടികൾക്ക് പോലും ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനുള്ള കഴിവ്, ഒരു സാഹിത്യ വാസനയൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാം. അതുകൊണ്ടാവുമല്ലോ ആ സൂര്യരശ്മികൾ മേഘത്തിൽ തട്ടിയിട്ട് പ്രതിബിംബിച്ചു വരുന്നതാണ് മേൽചുണ്ടിൽ കാണുന്ന ചുവപ്പെന്നും അത് ഈ നദീതീരത്ത് പതിച്ചിട്ട് അതിൽ നിന്നും വരുന്ന രശ്മികളാണ് കീഴ്ചുണ്ടിനെ ചുവപ്പ് നിറമാക്കുന്നതെന്നും ഒക്കെ പറഞ്ഞത്. അതായത് വളരെയേറെ നമ്മൾ പറയുന്നത് പോലെ ഒരു പക്ഷേ ഒരു ഔദ്യോഗികമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും ഈ കുട്ടികളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഒരു വാസന, കുട്ടികളിലൊക്കെയുള്ള ഒരു ജിജ്ഞാസ, കൗതുകം, ഓരോന്നറിയാനും കേൾക്കുന്നതിനും ഒക്കെയുള്ള ഒരു ജിജ്ഞാസ, പിന്നെ കാര്യങ്ങളെ വിലയിരുത്തുന്നതിലുള്ള ഒരു പക്വത, എന്തിനേയും ഏതിനേയും അങ്ങനെ വലിയൊരു പ്രതിബന്ധമായി ആക്കി കാണാതെ എല്ലാത്തിനെയും ലാഘവ ബുദ്ധിയോടുകൂടി കണ്ട് അതിനെ തരണം ചെയ്യുന്നതിനുള്ള ഒരു കഴിവൊക്കെ ഈ കുട്ടികളിൽ നമുക്ക് കാണാം. ഇതൊരു പക്ഷേ ഭഗവാന്റെ ആ ഒരു സാമീപ്യം അവർക്ക് നൽകുന്ന ഒരു തണലിൻ്റെ കുളിരാകാം അവരിൽ കാണുന്ന ഈ ലാഘവ ബുദ്ധി എന്നും കരുതേണ്ടതുണ്ട്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സത്യമർക്കകരാരക്തമുത്തരാഹനുവത്ഖനം അധരാഹനുവദ്രോധസ്തത് പ്രതിച്ഛായയാരുണം. ഈ ഒരു ശ്ലോകത്തിൽ മുകളിലത്തെ വരി മുഴുവൻ ചേർത്ത് വായിക്കണം, താഴത്തെ വരി മുഴുവൻ ചേർത്ത് വായിക്കണം. ആ രീതിയിലാണ് രചിച്ചിരിക്കുന്നത്. സത്യം അർക്കകരാരക്തം ഉത്തരാഹനുവത്ഖനം. ഇത്
ഇത് ഇത്രയും തന്നെയും ചേർത്ത് വായിക്കേണ്ടതാണ്. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സത്യം അർക്കകരാരക്തം. സത്യം അർക്കകര ആണ്, അതുകൊണ്ട് മായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെ ഉത്തരാഹനുവത്ഖനം, അതുകൊണ്ട് അർക്കകരാരക്തമുത്തരാഹനുവത്ഖനം, അവിടെ മായുടെ ഉകാരം ശ്രദ്ധിക്കുക. അതുപോലെ അധരാഹനുവദ്രോധസ്തത് പ്രതിച്ഛായയാരുണം. അധരാഹനുവത് രോധ ആണ്, പദം പിരിക്കേണ്ട ദ്ര എന്ന് തന്നെ അവിടെ വായിക്കുന്നതാവും കൂടുതൽ ശരിയായിട്ടുള്ളത്. പിന്നെ തത് എന്നുള്ളിടത്ത് ജോയിൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. തത് പ്രതിച്ഛായയാരുണം, അതിൻ്റെ ആ ഒരു ചുവന്ന രശ്മികൾ പ്രതിബിംബിച്ചു വരുന്നതാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 21ാമത്തെ ശ്ലോകമാണ്. പ്രതിസ്പർദ്ധേതേ സൃഗ്വിഭ്യാം സവ്യാസവ്യേ നഗോദരേ തുംഗശൃംഗാലയോപ്യേതാസ്തദ്ദംഷ്ട്രാഭിശ്ച പശ്യത. പ്രതിസ്പർദ്ധേതേ സൃഗ്വിഭ്യാം. പ്രതിസ്പർദ്ധേതേ എന്ന് പറഞ്ഞാൽ കിടപിടിക്കുന്നതായിട്ടുള്ള, അതായത് അതിനോട് മാറ്റുരച്ച് നിൽക്കുന്നതായിട്ടുള്ള സൃഗ്വിഭ്യാം എന്ന് പറഞ്ഞാൽ അധര പ്രാന്തങ്ങളോട്, സവ്യാസവ്യേ എന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തുമുള്ള, നഗോദരെ പർവ്വത ഗുഹകള്, തുംഗശൃംഗാലയോപ്യേതാസ്തദ്ദംഷ്ട്രാഭിശ്ച. തുംഗശൃംഗാലയഃ അപി ഏതാഃ തത് ദംഷ്ട്രാഭി ച. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. തുംഗശൃംഗാലയഃ എന്ന് പറഞ്ഞാൽ ഉന്നതമായിട്ടുള്ള, ശൃംഗാലയം എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ. അപ്പോൾ ഉന്നതങ്ങളായ ശിഖരങ്ങൾ, തദദംഷ്ട്രാഭി ച, അതിൻ്റെ ദംഷ്ട്രകളോടും, പിന്നെയോ പശ്യത എന്ന് പറഞ്ഞാൽ കാണുവിൻ, നിങ്ങൾ നോക്കൂ. അപ്പോൾ പറയാം, അതായത് ഇതിൻ്റെ അധരങ്ങളുടെ, ഇതിൻ്റെ ഈ ചുണ്ടുകളുടെ, ഇപ്പോൾ ഈ കാണുന്ന ഈ സത്വത്തിൻ്റെ ചുണ്ടുകളുടെ ഇടത്തും വലത്തുമുള്ള ഭാഗങ്ങളുടെ അറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രാണിയുടെ തന്നെ ഇടത്തും വലത്തും ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വലിയ പർവ്വത ഗുഹകളെ പോലെയല്ലേ ഇരിക്കുന്നത്, ഒന്ന് നോക്കിക്കേ എന്ന് പറയാം. പിന്നെ വായയുടെ ഉള്ളിൽ ഈ ഉയർന്ന് കാണുന്ന ദംഷ്ട്രകളുണ്ടല്ലോ, ഇത് ഈ മലകളുടെ ഉയർന്ന കൊടുമുടികളെ പോലെയുമാണ് ഇരിക്കുന്നത് അല്ലേ. ഇങ്ങനെ കുട്ടികൾ പരസ്പരം ഓരോന്ന് പറയുവാൻ തുടങ്ങി. ഈ ജീവിയെ കണ്ടിട്ട് അതിനെ കുട്ടികൾ വിലയിരുത്തുകയാണ്, പ്രകൃതിയോട് ചേർത്താണ് പറയുന്നത്. ഇതിൻ്റെ ഇടത്തും വലത്തുമായിട്ടുള്ള പർവ്വതങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ അതുപോലെയാണ്, അതിൻ്റെ നടുവിൽ മറ്റൊരു പർവ്വതം വെച്ചതുപോലെ ഇരിക്കുന്നു ഈ ജന്തുവിനെ കണ്ടിട്ട്. അപ്പോൾ ഈ ഒരു അജഗരം അല്ലെങ്കിൽ ഈ ഒരു മലമ്പാമ്പ് കിടക്കുന്നതിൻ്റെ സമീപത്തിൽ അപ്പുറവും ഇപ്പുറവും ഒക്കെ മലകളുണ്ടെന്നുള്ളതും, അതിൻ്റെ ആ മലഞ്ചരിവിൽ കൂടിയാണ് ഈ നദി പോകുന്നതെന്നുള്ളതും നമുക്ക് ഈ വർണ്ണനകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പ്രതിസ്പർദ്ധേതേ സൃഗ്വിഭ്യാം സവ്യാസവ്യേ നഗോദരേ തുംഗശൃംഗാലയോപ്യേതാസ്തം ദംഷ്ട്രാഭിശ്ച. തുംഗശൃംഗാലയോപ്യേതാസ്തദ്ദംഷ്ട്രാഭിശ്ച പശ്യത. ഇതും കുറച്ച് കട്ടിയുള്ളതാണ്, വാക്കുകളൊക്കെ അങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ വരിയിൽ നമുക്ക് നോക്കാം, വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്പർദ്ധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രതിസ്പർദ്ധ എന്ന് പറഞ്ഞാൽ അതിനോട് മാറ്റുരച്ച് നിൽക്കുന്നു. അതായത് ഈ രണ്ട് പർവ്വതങ്ങൾ, വലിയ രണ്ട് മലകൾ, ഈ ജന്തുവിൻ്റെ ഇടത്തും വലത്തുമുള്ള രണ്ട് വലിയ മലകൾ, അതിൻ്റെ ഉയർന്ന കൊടുമുടികൾ. അപ്പോൾ അതിനോട് മത്സരിക്കുകയാണോ എന്ന് തോന്നും. ഈ ജന്തുവിൻ്റെ അധരങ്ങൾ രണ്ടും, അതായത് കീഴ്ചുണ്ടും മേൽചുണ്ടും, അതുപോലെ അതിൽ നിന്ന് പൊങ്ങി വരുന്ന പുറത്തേക്ക് നിൽക്കുന്ന രണ്ട് ദംഷ്ട്രകളും കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് മത്സരിക്കുകയാണോ, ഈ മലകളോടും അതിൻ്റെ കൊടുമുടികളോടുമൊക്കെ
മത്സരിക്കുകയാണോ എന്നൊരു സംശയമാണ് കുട്ടികൾ പറയുന്നത്. ആ ഒരു കാവ്യഭാവന കുട്ടികളിലേത് നമുക്ക് ഇവിടെ പ്രതിഫലിച്ച് കാണാവുന്നതാണ്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ടാമത്തെ വരിയിലാണ് തെറ്റിക്കുവാൻ നമുക്ക് വായിക്കുമ്പോൾ തെറ്റുവരുവാൻ സാധ്യതയുള്ളത്. തുംഗശൃംഗാലയോപ്യേതാസ്തദ്ദംഷ്ട്രാഭിശ്ച, തുംഗശൃംഗാലയ അപി ഏതാഹ, ഏതാഹ എന്ന് പറഞ്ഞാൽ ഈ, തത് ദംഷ്ട്രാഭി ച. അപ്പോൾ ഇത്രയും വാക്കുകൾ ചേർത്താണ് വരുന്നത്. തുംഗശൃംഗാലയോപ്യേതാസ്തദ്ദംഷ്ട്രാഭിശ്ച. അത് വായിക്കുമ്പോൾ നമ്മൾ ഈ ചെറിയ വാക്കുകൾ എഴുതി വെച്ചിട്ട് അത് കൂട്ടിച്ചേർത്ത് വായിച്ച് പരിശീലിക്കുക. അപ്പോഴേ അത് തെറ്റുകൂടാതെ നമുക്ക് വായിക്കുവാൻ പറ്റുകയുള്ളൂ. ഇനി അടുത്തത് 22ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.